അയ്യോ ഏട്ടാ, എന്താ ഏട്ടേ കാണിക്കുന്നേ? ആരെങ്കിലും വന്ന് കണ്ടാലോ? വിടേട്ടാ. അയ്യോ വിടേട്ടാ, എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ? വിട്. എന്താ നിങ്ങൾക്കിന്ന് വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ്? വിടേട്ടാ. ഇന്ന് എന്റെ മനസ്സേ ഒരുപാട് സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുക. അതെന്തിന്? ചടങ്ങ് താൻ നന്നായിട്ട് നടത്തിയത്, പിന്നെ കാണിക്ക താൻ സ്വീകരിച്ചതും എല്ലാം ഒരു മിറാക്കിള് പോലെ സംഭവിച്ചു. അതുകൊണ്ടാടോ എല്ലാം നമ്മുടെ അമ്മയുടെ അനുഗ്രഹമാണ്. ഇന്ന് ചേച്ചി ഒരു കാര്യം പറഞ്ഞു പോയപ്പോ തൊട്ട് എന്റെ മനസ്സ് മുഴുവൻ അതേ കാര്യങ്ങളാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ അത്? ചേച്ചി ഇറങ്ങുന്ന സമയത്ത് നിഹാരികയെ കുറിച്ച് ഒരു സംശയം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയത്. അതെന്താണെന്നോ? അവസാന നിമിഷം നിഹാരിക എന്തിനാ അങ്ങനെ ചെയ്തത്? നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതാണെന്നുള്ള കാര്യം ഇനി എങ്ങാനും അവൾക്കറിയാമോ? നമ്മുടെ കല്യാണം കഴിഞ്ഞ പോലെ നിഹാരിക എപ്പോഴേലും സംശയത്തോടെ ചോദിച്ചിരുന്നു. നമ്മുടെ കല്യാണം കഴിഞ്ഞ കാര്യം നിഹാരികയ്ക്ക് ശരിക്കും അറിയുമായിരുന്നുവെങ്കിൽ എന്നോടും തന്നോടൊന്നും ചോദിക്കില്ല. ആ കാര്യം അമ്മയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞിട്ടേ വലിയ പ്രശ്നം ഉണ്ടാക്കും. ഈ അടുത്ത കാലത്തുള്ള നിഹാരികയുടെ സ്വഭാവമൊക്കെ നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്താ അവൾക്കെന്തോ ഇതൊക്കെ അറിയുന്നത് പോലെ എനിക്ക് തോന്നുന്നേ. അതുകൊണ്ടാ അവൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നേ. പ്ലീസ് പ്ലീസ്, ഞാൻ നല്ല മൂഡിലാടോ വന്നത്. ഇപ്പൊ ഈ നിഹാരികയെ പറ്റി എന്തിനാ? എനിക്ക് താനൊരു ഉമ്മ തരാവോ? ആരെങ്കിലുമൊക്കെ കാണും കേട്ടോ. എന്താ നിങ്ങളിങ്ങനെ? ഒന്ന് പുറത്തേക്ക് നോക്കിയേ. എന്താ പരിപാടി അളിയാ? അളിയന് കണ്ണു കാണില്ലേ? എക്സസൈസ് ചെയ്തോണ്ടിരിക്കുക. ആവനിയുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് എക്സസൈസ് ചെയ്യാണോ? നിങ്ങളുടെയൊക്കെ കണ്ണിൽ ഞാൻ അത്രയ്ക്ക് വലിയ പൊട്ടനാണല്ലേ? അത് പിന്നെ അളിയ അതില്ലേ, ഈ കാര്യം ഞാൻ ഉടനെ അമ്മയോട് പോയി പറയും. അളിയ അളിയ നിക്ക്. അളിയ ഞാൻ പറഞ്ഞു കേക്ക്. അയ്യോ അളിയ പ്ലീസ്. അളിയ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഈ റൂമിലേക്ക് വരണ്ടെന്ന് പറഞ്ഞതാ. പറഞ്ഞ കേക്കണ്ടേ? ഇനി എന്തൊക്കെ പ്രശ്നമാവോ എന്തോ. അളിയ പ്ലീസ്, ഞാൻ പറയുന്നു കേക്കളിയാ. ഇവിടെ കണ്ടത് മുഴുവൻ അവിടെ പോയി പറയാൻ കഴിയില്ലല്ലോ അളിയ. കണ്ണി കണ്ടതെല്ലാം അവിടെ തന്നെ അങ്ങ് കണ്ണടച്ച് വിട്ടേക്കാം. എന്തൊക്കെ പറയാൻ ശ്രമിച്ചാലും അവസാനം ആവനി വന്ന് എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് തരും. അപ്പം ഞാൻ വെറും പൊട്ടനായി പോകും. ഞാനൊന്നും കണ്ടിട്ടില്ല, ഞാനൊന്നും കണ്ടിട്ടേയില്ല. എല്ലാം ഒരു മിഥ്യകൾ മാത്രം, ജീവിതമൊരു പാഴ്ത്തോണി.
ശ്രീകർ, നിഹാരിക, ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ. രണ്ടുപേരും കൂടി ഒരുമിച്ച് നടന്നു വരുന്നത് കാണുമ്പോ ശരിക്കും സീതാരാമനെ പോലെ ഉണ്ടല്ലേ? അതെ വേദ. അദ്ദേഹം രാമനാ, അവള് പക്ഷെ ശൂർപ്പണകയാ. എന്റെ രാമന്റെ കൂടെ സീതയായിട്ട് നടക്കാൻ പോയിട്ട് ഒരു മനുഷ്യനായിട്ട് നടക്കാൻ പോലുള്ള യോഗ്യത അവൾക്കില്ല. എന്താ അമ്മേ? അമ്പലത്തിലേക്ക് പോയി ഒരു അർച്ചന നടത്തിയിട്ട് വാ. ഇങ്ങനെ മുഖം ചുവപ്പിച്ച് നോക്കുന്ന എന്തിനാടാ? ഇപ്പൊ എന്തിനാ അതൊക്കെ അച്ഛാ? അങ്ങനെ പറയുന്നത് എന്താ? അതിലെന്താ കുഴപ്പം? വാ ചേട്ടാ പോവാം. ആന്റി, ഞങ്ങളുടെ ഈ അമ്പലത്തിൽ പോക്ക് തടഞ്ഞില്ലെങ്കിൽ ഈ പെണ്ണിനൊരു മനസമാധാനം ഉണ്ടാകില്ല. എന്ത് തടസ്സം പറയുമെന്ന് നോക്കാം. എന്താ മോളെ? ഞാനിങ്ങനെ പറയുന്നോണ്ടെന്ന് തോന്നരുത്. സാരമില്ല, പറയും മോളെ. ഇന്നലെ എല്ലാവരും കൂടി ഒരു വ്രതം നടത്തിയതല്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ അർച്ചന? വീട്ടില് പൂജകൾ നടത്തുന്നെന്ന് കരുതി അമ്പലത്തിൽ പോകാതിരിക്കാൻ പറ്റുമോ? ചടങ്ങുകൾ കഴിഞ്ഞ ശേഷം പറ്റിയ ഇവരൊന്ന് അമ്പലത്തിലേക്ക് അയച്ച് അർച്ചന ചെയ്യിക്കണമെന്ന് പൂജാരി പറഞ്ഞായിരുന്നു മോളെ. അതുകൊണ്ട് എന്റെ മകനും മരുമകളും അമ്പലത്തിലേക്ക് പോയി അർച്ചനകളൊക്കെ നടത്തുമെന്ന് ഞാൻ നേർന്നിരുന്നു മോളെ. കല്യാണത്തിന് മുമ്പ് തന്നെ നിങ്ങൾ ഇവരെ കൊണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാ നാളെ കല്യാണം കഴിഞ്ഞ് പോവാനൊരു സ്ഥലം ഉണ്ടാവില്ല ആന്റി. ആചാരങ്ങളുടെയും പൂജകളുടെയും നിലയമാണ് ഈ വീട്. അവസാനം വരെ ഇവരെപ്പോഴും ഒരുമിച്ചായിരിക്കില്ലേ മോളെ? നേരം കുറേ പെട്ടെന്ന് പോവാൻ നോക്ക്. ഞങ്ങളെ കണ്ട നല്ല പൊരുത്തമാണെന്നാ എല്ലാവരും പറയാറ്. ഞങ്ങൾക്ക് നന്നായിട്ട് ദൃഷ്ടി പതിയാറുണ്ടമ്മേ. അമ്പലത്തിൽ നിന്ന് വന്നാലുടനെ ദൃഷ്ടി എടുത്തോളാം മോളെ. ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ടമ്മേ. നീ അപേക്ഷിക്കല്ലേ മോളെ, ഭാവി മരുമകളല്ലേ. മോള് ആജ്ഞാപിക്കണം. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. മോള് കാര്യം പറ. ദൃഷ്ടിയില്ലേ, അവനെ കൊണ്ട് എടുപ്പിച്ചാ മതി. അവനെ എന്തിനാ അതൊക്കെ ചെയ്യുന്നേ? അവർക്കെന്താ വേറെ പണിയൊന്നുമില്ലേ? അല്ലെങ്കിൽ ഈ വീട്ടിലെ കാര്യമൊക്കെ ഇപ്പൊ അവനെയാ നോക്കുന്നത്. അവളെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നതേ നല്ല കാര്യമല്ല. ഞാനെന്താ അവളോട് സ്വത്ത് വല്ലതും ചോദിച്ചോ? അവളോട് ജീവൻ വല്ലതും കളയാൻ പറഞ്ഞോ? ആഫ്റ്റർ ഓൾ ദൃഷ്ടി എടുക്കാനല്ലേ പറഞ്ഞത്? അതിലെന്താ ഇപ്പൊ ഇത്ര തെറ്റ്? അവളത് മുമ്പ് ചെയ്യാത്തതൊന്നും അല്ലല്ലോ. അവൻ പറയുന്നൊന്നും നീ കാര്യാക്കണ്ട മോളെ. നിങ്ങൾ അമ്പലത്തിൽ നിന്ന് വന്ന ഉടനെ വേദവതി ആവണിയെ കൊണ്ട് രണ്ടാക്കും ദൃഷ്ടി എടുപ്പിച്ചോളും കേട്ടോ. വേദവതി പറഞ്ഞ ആവണി എതിർക്കില്ല. എതിർക്കുന്നില്ല എന്ന് കരുതി എപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് അത് ശരിയായ കാര്യമാണ് അച്ഛാ. അവനിക്കില്ലാത്ത ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എന്തിനാ ശ്രീകരേട്ടാ? നീ ആഗ്രഹിച്ചതുപോലെ ചെയ്യിപ്പിക്കാം. മക്കള് വേഗം പോയിട്ട് വാ. പോകാം, വാ ശ്രീകരേട്ടാ. വരൂന്നേ. വന്നാൽ ഉടനെ തന്നെ ദൃഷ്ടി എടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കണേ മോളെ. ശരി ആന്റി. എന്തു പറ്റി മോളെ? എന്തിനാ കണ്ണീര്? ഒന്നുമില്ല അങ്കിൾ, സവോള മുറിച്ചോണ്ടിരിക്കായിരുന്നില്ലേ, അതുകൊണ്ട് പെട്ടെന്ന് കണ്ണു നിറഞ്ഞേ. മോൾക്ക് വന്ന് പെട്ടെന്ന് തന്നെ കല്യാണം ഒന്ന് ഉറച്ചിരുന്നെങ്കിൽ അവരെ പോലെ അമ്പലത്തിലെ പൂജകൾക്കൊക്കെ പോവായിരുന്നു.
അമ്മേ ധർമ്മം തരണേ തായേ. നടക്ക. അമ്മേ പാവപ്പെട്ടവനാണേ ഒരു 5 രൂപ ധർമ്മം തരണേ. അമ്മേ ധർമ്മം തരണേ അമ്മേ. അമ്മേ വല്ലതും തരണേ. ഒരു 5 രൂപ ധർമ്മം ചെയ്ത് പുണ്യം നേടും മോളെ. അമ്മേ ശിവപാർവതിമാരെ പോലെ നല്ല ചേർച്ചയാണല്ലോ. ഞങ്ങളെ കാണാൻ അത്രയ്ക്ക് പൊരുത്തമുണ്ടോ? നല്ല പൊരുത്തമുണ്ട് മോളെ. അമ്മേ നിങ്ങൾ നന്നായി വരും തായേ. നമ്മളെ കണ്ടിട്ട് അയാൾ പറഞ്ഞത് എന്താണെന്ന് കേട്ടോ? ഞാനൊന്നും കേട്ടില്ല, ഞാനൊന്നും ശ്രദ്ധിച്ചില്ല. നിങ്ങൾ ഇങ്ങനത്തെ ഗോൾഡൻ വേർഡ്സ് ഒന്നും കേൾക്കില്ല. നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് പറയോ? നിങ്ങളെ രണ്ടാളെയും കാണാൻ ശിവപാർവതിമാരെ പോലെയുണ്ട്. ഇപ്പൊ എന്താ തോന്നുന്നത്? സീതാരാമന്മാരെ പോലെ തോന്നുന്നുണ്ട് മോളെ. ഇപ്പോഴെങ്കിലും കേട്ടില്ലേ? പൈസ കൊടുത്ത് പേര് വാങ്ങാന്ന് പറയുന്നത് ഇതിനെയാ. നീ ഇനി എത്ര പൈസ കൊടുത്താലും അത്രത്തോളം അയാൾ പുകഴ്ത്തിക്കോളും. വാ. അമ്മേ അമ്മേ ഞാൻ പൈസ കൊടുത്തതിന് ശേഷം അയാൾ നമ്മളെ പറ്റി പൊക്കി പറഞ്ഞതല്ല ഏട്ടാ, കൊടുക്കുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു. അതായത് നമ്മളെ രണ്ടുപേരെയും കാണുന്നവർക്കൊക്കെ നല്ല പൊരുത്തമുള്ളവരായിട്ട് തോന്നുന്നുണ്ടെന്ന് സാരം. അതുകൊണ്ടാ പറയുന്നത്, എന്റെ കൂടെ നിങ്ങളും നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാകണം. നമ്മുടെ കൂടെ വേറെ ആര് നിന്നാലും രസം ഉണ്ടാവില്ല, ഒട്ടും മാച്ച് ആയിരിക്കില്ല. നമ്മുടെ ഈ ബന്ധം ഒരാൾക്കും വേർപിരിക്കാൻ പറ്റില്ല ശ്രീകരേട്ടാ. ഞാൻ എന്തായാലും ആ പിച്ചക്കാരൻ പറഞ്ഞ കോംപ്ലിമെന്റ്സ് കേട്ട് ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ട്. അവരിനി ആരെ കണ്ടാലും അങ്ങനെയൊക്കെ തന്നെ പറയൂ. ഒരു 5 രൂപയെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടാ, അത്രേ ഉള്ളൂ. എന്റെ മൂഡ് വെറുതെ സ്പോയിൽ ചെയ്യല്ലേ. ഞാൻ സന്തോഷമായിട്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? എനിക്ക് നിന്നെ തന്നെ ഇഷ്ടമല്ല. അപ്പോഴാ പിന്നെ നിന്റെ സന്തോഷവും ആനന്ദവും ഒക്കെ ഞാൻ നോക്കുന്നേ. ഞാൻ സന്തോഷം ആഗ്രഹിക്കുന്നത് ഒരാളെ കാര്യത്തിലേ ഉള്ളൂ, അതെന്റെ ആവനിയുടേത് മാത്രമാ. എന്താണ് ആലോചിക്കുന്നത്? പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ കൗണ്ടർ പറയാറുണ്ടല്ലോ. വെറുതെ നിന്നോട് തർക്കിച്ച് നിൽക്കാൻ എനിക്കിപ്പോ തീരെ സമയമില്ല. എന്തു പറ്റി? പെട്ടെന്ന് വലം കണ്ണ് തുടിച്ച പോലെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ പോകുന്നതിന് മുമ്പോ ദോഷം സംഭവിക്കുന്നതിന് മുമ്പോ എനിക്ക് ഇതുപോലുള്ള സിഗ്നൽസ് കിട്ടാറുണ്ട്. നീയല്ലേ ഏറ്റവും വലിയ ദോഷവും പ്രശ്നവും ഒക്കെ. നിനക്കിനി വേറെന്ത് ദോഷം വരാനാ? മുമ്പ് എനിക്ക് 2-3 അനുഭവങ്ങൾ ഉണ്ടായത്. അപ്പോ വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു ഞാൻ. നിനക്ക് അത്രയും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോവാം. വാ. അപ്പോ അർച്ചന? അത് നമുക്ക് പിന്നെ നടത്താം. ഇല്ല, അർച്ചന ചെയ്തിട്ട് പോയാ മതി. അർച്ചന നടത്തിയാലെങ്കിലും എനിക്ക് നല്ലത് സംഭവിച്ചാലോ. വായേട്ടാ. പുറത്തേക്ക് പോസിറ്റീവായിട്ട് സംസാരിച്ചെങ്കിലും എനിക്കെന്തോ വലിയ പ്രശ്നം വരാൻ പോകുന്ന പോലെ തന്നെ തോന്നുന്നുണ്ട്. നിഹാരിക ഇല്ലാത്ത വീട്ടിൽ നിൽക്കുമ്പോ ടോർച്ചർ ആവുന്നുണ്ട്. ശരിക്കും ഒരു ടൈം പാസും ഇല്ല, ഭ്രാന്തടിക്കുന്നുണ്ട്. ഞാൻ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ ഈ കല്യാണം പെട്ടെന്ന് നടക്കണം, ഉടനെ നിഹാരികയും കൊണ്ട് തിരിച്ചു പോകണം എന്നൊക്കെ എല്ലാം പ്ലാൻ ചെയ്ത് വന്നതാ. എന്നിട്ട് ഇതിപ്പോ എന്നെ പറ്റിച്ചതുപോലെയായി. നിഹാരിക ടൂറിന് പോയതാണെന്ന് ചേച്ചിയോ അളിയനും പറയുന്നുണ്ടെങ്കിലും എനിക്കതൊട്ടും ഫെയറായി തോന്നുന്നില്ല. ബട്ട് ഇന്ന് നേരം വെളുത്തപ്പോ തൊട്ട് നിഹാരികയെ എന്ന് കാണാൻ പറ്റുമെന്ന് മനസ്സ് പറയുന്നുണ്ട്. എന്താകുമെന്ന് നോക്കാം.
ആവനിയും വലിയ പ്രശ്നത്തിൽ പെടുമായിരുന്നു. നിഹാരികയുമായിട്ടുള്ള എൻ്റെ കല്യാണം നടക്കാതിരിക്കാൻ നല്ലൊരു മുഹൂർത്തം ഇല്ലാതെ നോക്കണേ ഭഗവാനെ. ശ്രീകരേട്ടനുമായിട്ട് മറ്റൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ എത്രയും പെട്ടെന്ന് ഈ കല്യാണം നടത്തിത്താ. ഇല്ലെങ്കിൽ അവനെ ശ്രീകരനെ സ്വന്താക്കി കളയും. ആവനി ഞാൻ താലി കെട്ടിയ പെൺകുട്ടിയാ. ആ ബന്ധം എന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണേ. എന്തൊക്കെ പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും ആവനി എന്നെ വിട്ടു പോവല്ലേ. ശ്രീകരേട്ടനെ സ്വന്തമാക്കാൻ വേണ്ടി നിഹാരിക ഒരുപാട് പ്രയത്നങ്ങൾ നടത്തുന്നുണ്ട്. കുടുംബത്തിന് ദോഷം ചെയ്യുന്ന അത്തരം ദുഷ്ടകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഫലമില്ലാത്തതായി മാറും. ശ്രീകരേട്ടനെ വിട്ടുപിരിയരുത് എന്നുള്ള സ്വാർത്ഥത മാത്രമല്ല, എന്റെ കുടുംബത്തെ രക്ഷിക്കുക എന്നുള്ള ബാധ്യതയും എനിക്കുണ്ട്. ഏട്ടൻ എന്താ പ്രാർത്ഥിച്ച്? നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യമൊന്നും പുറത്തു പറയാൻ പാടില്ല. ഞാൻ നിങ്ങളുടെ ഭാവി ഭാര്യയാ, നിങ്ങളുടെ പാതിയാകാൻ പോകുന്നവളാ. അതുകൊണ്ട് എന്നോട് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഭാര്യ ആയതിനു ശേഷം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോ ഞാൻ അപ്പ പറഞ്ഞുതരാം. ഭാര്യയാവാതിരിക്കില്ലല്ലോ. ശരി ശരി, നമുക്ക് പോയി പ്രദക്ഷിണം ചെയ്തിട്ട് വരൂ. അതൊന്നും വേണ്ട, അർച്ചന നടത്തിയിട്ട് നമുക്ക് പോവാം. അമ്പലത്തിലേക്ക് വന്ന് പ്രദക്ഷിണം ചെയ്യില്ലെന്ന് പറഞ്ഞ എങ്ങനെയാ? പ്രദക്ഷിണം ചെയ്തിട്ട് വരാം. അപ്പോഴേക്കും തിരുമേനിയും പുറത്തേക്ക് വന്നോളൂ. വാ വാ. എൻ്റെ ഗസ് കറക്റ്റ് ആണെങ്കിൽ നിഹാരിക ടൂറിന് പോയിട്ടില്ല. ഇപ്പം അവൾക്കൊരൽപ്പം ഈശ്വര വിശ്വാസം കൂടിയതുകൊണ്ട് അബദ്ധത്തിലാണെങ്കിലും അമ്പലത്തിലേക്ക് ചിലപ്പോൾ വരാനൊരു സാധ്യതയുണ്ട്. അകത്തേക്ക് പോയി ഒന്ന് നോക്കിയേക്കാം. ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് വരാം, നീ പ്രാർത്ഥിച്ചിട്ട് വാ. പിന്നീട് സംസാരിച്ചാ പോരെ? പ്രദക്ഷിണം ഇടയ്ക്ക് വെച്ച് നിർത്തി കോൾ ചെയ്യുന്ന എന്തിനാ? ഇമ്പോർട്ടന്റ് കോളാ. ആണോ? ഓഫീസ് എന്നുള്ളതാ. പറയാനൊരു കാരണം ഉണ്ടാവുമല്ലോ. ഒന്ന് പെട്ടെന്ന് വാ.